മറ്റേ റോള് അത് ബാലചന്ദ്ര മേനോൻ ചെയ്യണ്ട. കാരണം സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു കഥാപാത്രമുണ്ട് ലംബോദരൻ നായർ, അത് നെടുമുടി വേണുവിനെ അഭിനയിപ്പിക്കാനായിരുന്നു അന്ന് ബാലചന്ദ്ര മേനോന്റെ ഉദ്ദേശം. നെടുമുടി വേണു ഒന്ന് വിട പറയും മുമ്പൊക്കെ ഇറങ്ങി ഒരു മുൻനിര നടനായി നിൽക്കുന്ന ഒരു സമയമാണ്. ബാലചന്ദ്ര മേനോനേക്കാളും മോഹൻലാലിനേക്കാളും മമ്മൂട്ടിയേക്കാളും ഒക്കെ താരമൂല്യം ഉണ്ടെന്ന്. അപ്പൊ ഇവര് പറഞ്ഞു സെക്കൻഡ് ഹാഫിൽ നെടുമുടി വന്നു കഴിഞ്ഞാൽ പാളി പോകും, നെടുമുടി നമുക്ക് ത്രൂ ഔട്ട് വെക്കണം. അപ്പോൾ നെടുമുടിയുടെ ഒരു മാർക്കറ്റിൽ ആ ഒരു സിനിമയ്ക്ക് ആള് കയറും. അപ്പോൾ ആ ഒരു കഥാപാത്രം താല്പര്യമില്ലാതെ ബാലചന്ദ്ര മേനോൻ നെടുമുടി വേണുവിന് കൊടുത്തു. എന്നിട്ട് അത് ബാലചന്ദ്ര മേനോൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നിട്ട് ആ രണ്ടാം പകുതിയിലെ ആ ഒരു ക്യാരക്ടർ എന്റെ പ്രായത്തെക്കാട്ടും കൂടുതൽ കവിഞ്ഞൊരു കഥാപാത്രം ഞാനത് ചെയ്തു. എനിക്ക് പക്ഷെ നല്ല പേരെടുത്തു. പക്ഷെ ഇന്ന് കാണുമ്പോൾ നെടുമുടി വേണു ഒരു ഷോർട്സും ടീഷർട്ടൊക്കെ ഇട്ട് കുറച്ച് വയറൊക്കെ ചാടി നെടുമുടി വേണു എവിടെ ഒരു മിസ്കാസ്റ്റ്, പക്ഷെ നെടുമുടി വേണു ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. എന്തായാലും മോഹൻലാൽ ആ ഒരു സിനിമയിൽ തകർത്തഭിനയിച്ചു. ഞാൻ ത്രൂ ഔട്ട് റോൾ ഒരു വില്ലനിസം തന്നെയാണ്, പക്ഷെ മോഹൻലാൽ അത് ഗംഭീരമായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട്. അംബിക ഉണ്ട് അതിൽ, പൂർണിമയുണ്ട്. അംബികയാണ് മെയിൻ നായിക. സെക്കൻഡ് ഹാഫിലാണ് പൂർണിമ വരുന്നത്, അതുപോലെ ശാന്തികൃഷ്ണ വരുന്നുണ്ട്. അംബികയും മോഹൻലാലും കൂടിയുള്ള ഒരു ഡുവറ്റ് സോങ് ആണ്. മോഹൻലാൽ അതിനു മുമ്പ് തേനും വയമ്പും എന്നൊരു സിനിമയിൽ ഇതുപോലെ അഭിനയിച്ചിട്ട് അത് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സിനിമയിൽ അംബികയെ പോലെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ കൂടെ ഒരു ചുണ്ടനയ്ക്ക് പാട്ടൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ മോഹൻലാലും ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ബാലചന്ദ്ര മേനോനും അംബികയൊക്കെ കൊടുത്തൊരു സപ്പോർട്ടിലാണ് മോഹൻലാൽ അത് ചെയ്തത്. എന്തായാലും മോഹൻലാലിനെ ഒരു ത്രൂ ഔട്ട് ഒരു നായകൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു നെഗറ്റീവ് ടച്ച് ആണെങ്കിലും ഒരു നായക തുല്യമായിട്ടുള്ള റോള് കൊടുത്ത ഒരു വ്യക്തി ആദ്യമായിട്ട് അത് ബാലചന്ദ്ര മേനോൻ തന്നെയാണ്.